ഹലോ, അപ്പോൾ ഇതാ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇന്നാണ് കേട്ടോ ഷാർജയിലേക്ക് പോകുന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും അനിയനും. പിന്നെ ഞാൻ രാവിലത്തെ ചായയാണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഉച്ചക്ക് 1 മണിയാവാനായിട്ടുണ്ട്. ഓരോരോ തിരക്കൊക്കെ ആയിരുന്നു. അച്ഛനും അമ്മയും ഷാർജയിലാണെന്ന് ഞാൻ ഓൾറെഡി മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 മാസത്തേക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 5 മാസം ആവുന്നേ ഉള്ളൂ. പക്ഷേ അനിയന്റെ കാര്യം അങ്ങനെയല്ല. അവന് വീഡിയോ കോളും കാര്യങ്ങളും അല്ലാണ്ട് ഏകദേശം 1.5 വർഷമായിട്ട് അവരെ നേരിട്ട് കണ്ടിട്ടില്ല. പ്ലെയിൻ്റെ ടൈം രാത്രിയായിരുന്നു, ഒരു 11:30 അപ്പോൾ ഞങ്ങൾ സന്ധ്യക്ക് അങ്ങനെ ഇറങ്ങാന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ രാവിലെ തൊട്ട് ഇറങ്ങുന്ന ആ ഒരു ടൈം വരെ തിരക്കായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കുകയൊക്കെ ചെയ്തു. പോകാനുള്ള ടൈം ആകുമ്പോഴത്തേക്ക് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ പാക്കിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബോക്സ് ഞങ്ങൾ ഓൾറെഡി മുന്നേ പേക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമാധാനമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് മിനിറ്റിലെല്ലാം പേക്ക് ചെയ്ത് സെറ്റാക്കി. അങ്ങനെ ഇത് 6:30 ഇറങ്ങണം എന്ന് വിചാരിച്ചത് 7 മണിയായിട്ടുണ്ട് ഇറങ്ങാൻ. ഒന്നാമത് പേക്കിങ്ങിൽ കുറച്ചൊരു ഡിലേ വന്നു. അത് മാത്രമല്ല, ഞങ്ങൾ ഇറങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് നല്ല കനത്ത മഴയായിരുന്നു. നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞങ്ങൾ മഴയൊന്ന് ജസ്റ്റ് നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് ഈ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ എടുത്തൊക്കെ മഴയാണെങ്കിൽ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കുറച്ച് ഡിലേ ആയത്. അപ്പോൾ എല്ലാതും അടുത്തൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ലച്ചും എന്തൊക്കെ ഇങ്ങനെ അവിടെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സംഭവം അവർക്ക് നല്ല വിഷമമായിട്ട് ഞാൻ പോകുന്നതിൽ. ഏതായാലും ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് വേണ്ടി വരും. കുറച്ച് ലോങ് ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാം കൂടെ കുറച്ച് ലേറ്റ് ആയെന്നുള്ളൊരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും 11:30 11:50 പ്ലെയിനും. പക്ഷേ ട്രാവൽസ് നിന്ന് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം അത് ഡിലേ ആയിരിക്കുന്നുള്ളത്. ഒരു 10-15 മിനിറ്റ് എന്തായാലും ഡിലേ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെയുള്ള ഓട്ടപ്പാച്ചിലുണ്ടാകുന്ന തോന്നുന്നു. കാറിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് കയറിയതിന് ശേഷമാണ് ഫുഡൊക്കെ കഴിക്കാൻ കയറിയത്. പിന്നെ ഞങ്ങളുടെ കൂടെ വന്നത് ഞങ്ങളുടെ 2 ഏട്ടന്മാരാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരാൾ മാത്രമേ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഒരാൾ സ്വാമി ആയതുകൊണ്ട് ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ പറഞ്ഞത് എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഒരു 9:30 ആയിട്ടാണ് എയർപോർട്ടിൽ എത്തി നേരെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് അവരുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ പോവാണ്. ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് സ്പൈസ് ജെറ്റിലാണ്. അത് മാത്രമല്ല ദുബായിലേക്കാണ് ഇറങ്ങുന്നത്. പിന്നെ ബോർഡിംഗ് പാസ് എടുക്കാനാണെങ്കിൽ ഒടുക്കത്തെ തിരക്കും. അപ്പോൾ ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഹോപ്പ് യുവർ സപ്പോർട്ട് ആൻഡ് ടിൽ ദെൻ ബൈ.